ഹായ് ആൾ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ 2 ആണ്, ഇലക്ട്രോ കെമിസ്ട്രി. പക്ഷേ നമുക്ക് വളരെ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊരു റിവിഷൻ മോഡിലാണ് സാധനം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചുരുങ്ങിയ കാര്യങ്ങളും ടോപ്പിക്സ് അഡ്രസ്സ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ഇലക്ട്രോ അനാലിസിസ്, ഇലക്ട്രോഡ്സിന്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ്, ഇലക്ട്രോലൈറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്താണ്, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്താണ്, ലിമിറ്റിംഗ് കറണ്ട്സ് എന്താണെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വേഗമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഈസ് ഇലക്ട്രോ അനാലിസിസ്. എന്താണ് ഇലക്ട്രോ അനാലിസിസ്? ഇലക്ട്രോ അനാലിസിസ് ഒരു അനാലിസിസ് ടെക്നിക്കാണ്. ബേസിക്കലി നമ്മളൊരു വാല്യൂ അനലൈസ് ചെയ്യണം, ഒരു ഡേറ്റ അനലൈസ് ചെയ്യണം, ഒരു വാല്യൂ അനലൈസ് ചെയ്യണം വിത്ത് ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക്കൽ അനാലിസിസ്. സോ എന്താ പറയാൻ അതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത്? ബേസിക്കലി ഇലക്ട്രോഡ്സ്, ദർ ഇസ് എ ആനോഡ്, ദർ ഇസ് എ കാത്തോഡ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചില കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഇലക്ട്രിക്കലി പവർ ചെയ്ത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിലൂടെ നമ്മൾ ചില അനാലിറ്റിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നു. ചില സബ്സ്റ്റൻസിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നു, ചിലതിന്റെ അളവ് അറിയുന്നു, ചിലതിന്റെ വാല്യൂ അറിയുന്നു. ഇപ്പൊ മൈനസ് അയോൺസിനെ പോസിറ്റീവ് അയോൺസ് അട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഇത്രയും സെറ്റ് ഓഫ് അയോൺസ് അട്രാക്ട് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ആനോഡ് അട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓക്കെ ഇത്രയും എമൗണ്ട് ഓഫ് സാധനം അട്രാക്ട് ചെയ്തു. ഇതിന്റെയൊക്കെ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ നമുക്ക് ബേസിക്കലി ഒരു സൊല്യൂഷൻ അനാലിസിസ്, ഡിറ്റക്ട് ആൻഡ് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇലക്ട്രോ അനാലിസിസ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ നോക്കാം എന്താണ് ഇലക്ട്രോഡ്സ് എന്ന് നോക്കാം. ഇലക്ട്രോഡ്സ് എന്താണ്? ഇറ്റ്സ് എ കണ്ടക്റ്റീവ് മെറ്റീരിയൽ. ബേസിക്കലി ഇലക്ട്രോഡ്സ് എന്ന കണ്ടക്റ്റീവ് മെറ്റീരിയൽ യൂഷ്വലി മെറ്റൽസ് അല്ലെങ്കിൽ കാർബൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, അവരൊരു സൊല്യൂഷനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ്. ഒരു സൊല്യൂഷനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. അങ്ങനെ ആ സൊല്യൂഷനാണ് നമ്മൾ അനാലിസിസിലേക്ക് വിധേയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെന്ത് ചെയ്യും? ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ട്രാൻസ്ഫർ, അതായത് ഇപ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ നെഗറ്റീവ്സിനെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടറാണ്. റിയാക്ഷൻസിനെ പ്രോസസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് അവിടെ നടക്കും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് നോക്കുമ്പോൾ വർക്കിംഗ് ഇലക്ട്രോഡ്സ് ഉണ്ട്, റെഫറൻസ് ഇലക്ട്രോഡ്സ് ഉണ്ട്, കൗണ്ടർ ഇലക്ട്രോഡ്സ് ഉണ്ട്. വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോസസ്സിന് വേണ്ടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇലക്ട്രോഡാണ് വർക്കിംഗ് ഇലക്ട്രോഡ്. റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് റെഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര വാല്യൂ, ഇത്ര mg അല്ലെങ്കിൽ ഇത്ര ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ഇത്ര ഗ്രാം ഓഫ് സൊല്യൂഷൻ, ഇത്ര ഗ്രാം പെർ സൊല്യൂഷൻ, അങ്ങനെ പലതും നമ്മൾ അവിടെ ഒരു ഈ റെഫറൻസ് വരുന്നവരെ ഈ ഇലക്ട്രോഡ്സ് തമ്മിൽ റെഫറൻസ് ഇലക്ട്രോഡ് സൈഡിലുണ്ടാവും. പക്ഷെ ബാക്കി പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇലക്ട്രോഡ്സ് തമ്മിൽ സംവാദം ചെയ്യുമ്പോൾ ഈ വാല്യൂവിന് അപ്പുറം പോകരുത്, താഴെ പോകരുത്. ഇതാണ് നമ്മുടെ റെഫറൻസ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതുപോലെ കൗണ്ടർ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Completes the electrical circuit and allows current to flow without undergoing a net electrochemical reaction. അതാണ് കൗണ്ടർ, എതിര് നിൽക്കുന്നത്. അതായത് അലോ ചെയ്യും, റെസിസ്റ്റൻസ് ഇല്ലാതെ അലോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൗണ്ടർ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രോഡ്സ്. കുറച്ച് ഇലക്ട്രോഡ്സ് നമ്മൾ, ഇത് ബയോ ഇലക്ട്രോഡ്സ് ആണ്, കുറെ ബയോ ഇലക്ട്രോഡ്സ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് യൂസ് ചെയ്യുന്നത്. ശരീരത്തിലെ വാല്യൂസ് പിക്ക് ചെയ്യുന്നത്, നോർമൽ അല്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ആഡ് ചെയ്ത് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് വലിയ കാര്യമാക്കണ്ട. ഇനിയും രണ്ടാമത്തെ ടോപ്പിക്കാണ് എന്താണ് ഇലക്ട്രോലൈറ്റ്സ്. നമ്മൾ സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസ് കുടിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും. അതായത് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഒരു അയോൺസിന്റെ കുറവുണ്ടാവും, വീക്ക് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇത് കുടിക്കുമ്പോൾ ചിലത് കിട്ടും, എല്ലാം ഉണ്ടായിരിക്കും, അതിൽ നമുക്ക് വേണ്ട നമ്മുടെ ശരീരം എടുത്തോളും. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സ് ബേസിക്കലി ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോസിയേറ്റ് ഇൻടു അയോൺസ്. അയൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കലക്കി വെച്ചേക്കുന്ന സാധനം ഡിസോൾവ് ഇൻ ടു എ സോൾവെന്റ്, അതായത് വാട്ടറിലാണെങ്കിൽ വാട്ടർ. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ആർ എസെൻഷ്യൽ ഫോർ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് ടു അക്യൂർ. എക്സാമ്പിൾ കോമൺ ഇലക്ട്രോലൈറ്റ്സ് ഇൻക്ലൂഡ് സാൾട്ട്, ആസിഡ്, ബേസസ്. ഇതൊക്കെ ഇലക്ട്രോലൈറ്റ്സിൽ വരുന്നു. മൂന്ന് തരം ഇലക്ട്രോലൈറ്റ്സുകളുണ്ട്: സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, നോൺ ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ വരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയാലും സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊക്കെ നോൺ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് വാട്ടർ, അസറ്റിക് ആസിഡ്, അമോണിയ. ഇതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ എക്സാമ്പിൾ. ഇനി നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഷുഗർ, ആൽക്കഹോൾ ആൻഡ് ഓയിൽ. അതെന്താണ്? അലിയില്ല, ഡിസോസിയേറ്റ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് അലിയിക്കണം. മനസ്സിലായില്ലേ? കംപ്ലീറ്റ്ലി അത് എന്തെങ്കിലും ആയിട്ട് പൊങ്ങിയും പറക്കി കിടക്കുക, ചായ കുടിക്കും, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ കോമൺ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഇൻക്ലൂഡ് സാൾട്ട്, ആസിഡ്, ബേസസ് എന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത്
Okay. See, electrical double layer അല്ലെങ്കിൽ EDL എന്താണ്? ഇപ്പോൾ ഇലക്ട്രോലൈറ്റ് നോക്കി, ഇലക്ട്രോഡ്സ് നോക്കി, ബേസിക് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ കുറിച്ച്, ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സിനെ കുറിച്ച് നമുക്കറിയാം. ഇനി ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്താണ്? EDL. ഡെഫിനിഷൻ പറയാം, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോംസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ആൻ ഇലക്ട്രോഡ് ആൻഡ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു ഇലക്ട്രോഡ് നമ്മൾ ഇട്ടേക്കും. ഇതിന് നമ്മൾ ഇൻട്രാക്ഷൻ ആണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. അതിൽ രണ്ട് തരത്തിലുള്ള ലെയർ ഉണ്ട്, സ്റ്റേൺ ലെയർ ആൻഡ് ഡിഫ്യൂസ് ലെയർ എന്ന് പറയും. സ്റ്റേൺ ലെയർ എന്ന് വെച്ചാൽ ടൈറ്റ്ലി ബൗണ്ട് ലെയർ ഓഫ് അയൺസ് directly absorbed into the electrode surface. ഇപ്പോൾ ഇതൊരു ഇലക്ട്രോഡ് സർഫേസ് ആണ്, ഇവിടെ ഡയറക്ട്ലി അത് ഒബ്സർവ് ചെയ്യും നമ്മുടെ ഇലക്ട്രോഡിലേക്ക്. ഇനി ഡിഫ്യൂസ് എന്ന് പറയുന്നത് അത് സൊല്യൂഷനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ചാർജ് ബാലൻസ് ചെയ്തിട്ട് എന്താ പറയുക, ബാലൻസിങ് ദി ചാർജ് ഓഫ് ദി സ്റ്റേൺ ലെയറിനെ ബാലൻസ് ചെയ്തിട്ട് പതുക്കെ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്, കുറച്ച് ടൈം എക്സ്റ്റൻഷൻ ഉള്ള സാധനമാണ് ഡിഫ്യൂസ് ലെയർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, the EDL affects the capacitance and charge transfer processes at the electrical surface, influencing the electrochemical reaction. കപ്പാസിറ്റൻസിനെയും അതുമാത്രമല്ല ചാർജിന്റെ ട്രാൻസ്ഫറിനെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മെറ്റൽ ഉണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്, കണ്ടോ അവിടെ ഒരു ലെയർ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്ന റീജിയനും അതുപോലെ തന്നെ അട്രാക്റ്റിംഗ് ഒരു ലെയർ ഫോർമേഷൻ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ഈ ഇമേജിന് 2 സെക്കൻഡ് നോക്കാം. സോൾവെന്റ് മോളിക്യൂളിനെയാണ് നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ സ്പെസിഫിക്കലി അബ്സോർബ്ഡ് ആനയോൺ മൈനസ് ചാർജും, കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്, ഇങ്ങോട്ട് പ്ലസ് ചാർജ് ഡിസോൾവ് ചെയ്തിട്ട് ഇതിനകത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം വരിയായിട്ട് വന്ന് ഒരു ഡിഫ്യൂസ് ലെയർ ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റേൺ ലെയർ, പിന്നെ സ്റ്റേൺ ലെയർ അത് കഴിഞ്ഞ് ഒരു ഡിഫ്യൂഷൻ ലെയർ ഉണ്ടാക്കുന്നുണ്ട്. ഈ 2 ലെയറാണ് നമുക്ക് ഈ റിയാക്ഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ജസ്റ്റ് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലായി. ഈ ഇമേജും നേരത്തെയുള്ള തിയറിയോട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യം മനസ്സിലാകും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. വാട്ട് ഈസ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽസ് ആൻഡ് ലിമിറ്റിംഗ് കറന്റ്. ഹാഫ് വേവ് പൊട്ടൻഷ്യൽസ് എന്താണ്, അതുപോലെ എന്താണ് ലിമിറ്റിംഗ് കറന്റ്സ്. ഹാഫ് വേവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അനാലിറ്റിക്കലിൽ പറയുന്ന ഒരു സാധനമാണ് ഹാഫ് സെൽ പൊട്ടൻഷ്യൽ. ഈസ് ദ പൊട്ടൻഷ്യൽ, ഇറ്റ്സ് എ ചാർജ് അറ്റ് വിച്ച് ഹാഫ് ഓഫ് മാക്സിമം കറന്റ് ഇസ് റീച്ച്. ഇപ്പോൾ ഞാൻ കറണ്ട് ഒരു ഗ്രാഫ് എടുക്കാം, ഞാനൊരു കറണ്ട് ഓൺ ചെയ്തു, കട്ട് ഓഫ് ചെയ്യുന്ന സാച്ചുറേഷനിലേക്ക് എത്തി അല്ലേ. ഈ സാച്ചുറേഷനിലേക്ക് എത്തി, കുറച്ച് നേരം സാച്ചുറേഷനിൽ നിൽക്കും, പിന്നെ അത് ഡൗൺവേർഡ് പോകും. അപ്പോൾ കണ്ടോ, ഇതിനിടയ്ക്ക് ഒരു 50% ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ഹാഫ് ഓഫ് ദ മാക്സിമം കറന്റ് ഈസ് റീച്ച് ഡ്യൂറിങ് എൻ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ഈ എവിടെയാണ് ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഇടയ്ക്ക് നമ്മൾ ഈ അയൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്തായാലും ചാർജ് ഉണ്ടാകുന്നുണ്ട്. ഈ ചാർജിന്റെ ഈ സാച്ചുറേഷൻ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയപ്പെടുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഓഫ് റിഡക്ഷൻ. ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷന്റെ സ്റ്റെബിലിറ്റിയെ അനലൈസ് ചെയ്യുന്ന ഫാക്ടറായിട്ട് ഈ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ മാറുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സെൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് റിലേറ്റഡ് സാധനങ്ങളിലും ഹാഫ് വേവ് പൊട്ടൻഷ്യൽ വലിയൊരു ഫാക്ടറാണ്. ഇനിയും എന്താണ് ലിമിറ്റിംഗ് കറന്റ്? ഇത് 50% ഓഫ് ദ മാക്സിമം പവർ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനിയും എന്താണ് ലിമിറ്റിംഗ് കറന്റ്? ദ മാക്സിമം കറന്റ് ദാറ്റ് ക്യാൻ അച്ചീവ് ഡ്യൂറിങ് എൻ ഇലക്ട്രോകെമിക്കൽ. കണ്ടോ, ഇവിടെ നിന്ന് ഈ 50%, ഇപ്പൊ ഈ പ്ലസ് 50% എടുത്ത് നോക്കൂ, ഇപ്പൊ 100% ടോട്ടലി അല്ലെ. ഈ 100% ആണ് നമ്മൾ ലിമിറ്റ്. മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ടടാ എൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ എൻ്റെ ദേഷ്യത്തിന് എന്നൊക്കെ പറയില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റിംഗ് കറന്റ് എന്ന് പറയുന്നത്. സോ ദ maximum current that can be achieved during an electrochemical reaction under specific conditions such as electrode size, surface area, solution concentration. It reflects the rate at which the reactants can reach the electrode surface. എന്നാണ് ഒരു ഇലക്ട്രോഡ് സർഫേസിലേക്ക് മാക്സിമം ഇത് റീച്ച് ആകുമ്പോഴാണ് നമുക്ക് ഈ ലിമിറ്റിംഗ് കറണ്ട് അച്ചീവ് ആവുന്നത്. അത് ഓരോ ലിമിറ്റിംഗ് കറണ്ട് ഓരോ ഫാക്ടേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റിംഗ് കറണ്ട് വരുമ്പോൾ ആ ലിമിറ്റിംഗ് കറണ്ട് അതിന്റെ സ്പെസിഫിക് കണ്ടീഷനായ ഇലക്ട്രോഡ് സൈസ്, സർഫേസ് ഏരിയ ആൻഡ് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഒക്കെ ബേസ് ചെയ്തിരിക്കുമെന്നാണ് അവർ പറയപ്പെടുന്നത്. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു റെസിഡ്യൂവൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നതിനിടയ്ക്ക് 50% അച്ചീവ് ചെയ്യുമ്പോൾ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് മാക്സിമം കറണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ലിമിറ്റിംഗ് കറണ്ടിലേക്ക് മാറും. വളരെ സിമ്പിൾ ആയിട്ട് അവരൊരു ഡയഗ്രാം ഇവിടെ കണ്ടിട്ടുണ്ട്. 2 സെക്കൻഡ് ഡയഗ്രാം നോക്കുക. ഈ ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ഈ ഡയഗ്രാം തന്നിട്ട് ചിലപ്പോൾ ഇതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറഞ്ഞാലും ഫില്ല് ചെയ്യാൻ നമുക്ക് അത് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ, ലിമിറ്റിംഗ് കറണ്ട്, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ട്, ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, റെസിഡ്യൂവൽ കറണ്ട് ഈസ് സ്റ്റാർട്ടിംഗ് കറണ്ട്. ഓക്കെ,
നമുക്ക് കുറച്ച് MCQ നോക്കാം. Which type of electrode completes the electrical circuit and allows the current to flow without undergoing a net electrochemical reaction? എന്താണ്? Allows the current to flow without undergoing. Allows എന്ന വാക്ക് വരുമ്പോൾ നമ്മൾ എവിടെ പറഞ്ഞ കൗണ്ടർ ഇലക്ട്രോഡ് ആണെന്ന് പറയപ്പെടുന്നു. കൗണ്ടർ ഇലക്ട്രോഡ് ആണ് അതിന്റെ ഫാക്ടർ. ഓക്കെ. So second, what is the function of electrolytes in an electroanalysis? Electrolytes ന്റെ ഫംഗ്ഷൻ എന്താണ്? Electrolytes എന്താ ചെയ്യുന്നത്? Electrolytes നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് സഹായിക്കും. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ടു ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. ഇത് ആണ് നമ്മുടെ ഓപ്ഷൻ. വേറെ ഒന്നും കൺഫ്യൂസ് ചെയ്യേണ്ട. സർഫേസ് ഏരിയയ്ക്ക് പിന്നെ വരുന്ന കാര്യങ്ങളാണ്, ലിമിറ്റിംഗ് കറണ്ടിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Where does the electrical double layer form in electrochemical systems? Electrical double layer എങ്ങനെ ഫോം ചെയ്യുന്നു in electrochemical systems? Okay. എന്താണ്? At the interface between working electrode and the electrolyte solution. ഇത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് EDL അച്ചീവ് ആവുന്നതെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനും ഇടയ്ക്കാണ് അത് അച്ചീവ് ആകുന്നത്. ഇന്റർഫേസിംഗ് ബിറ്റ്വീൻ വർക്കിംഗ് ഇലക്ട്രോഡ് ആൻഡ് electrolytic solution. Okay, what does half wave അല്ലെങ്കിൽ half cell എങ്ങനെയും പറയാം, half wave അല്ലെങ്കിൽ half cell എന്നും പറയപ്പെടാം. half cell potential indicate during an electrochemical reaction. എങ്ങനെ അറിയാൻ പറ്റും? ഒരു റിഡക്ഷന്റെയോ അല്ലെങ്കിൽ ഒരു ഓക്സിഡേഷന്റെയോ സ്റ്റെബിലിറ്റിയെ കൺഫേം ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ അല്ലേ, 50% ഓഫ് ദ മാക്സിമം കറണ്ട്. അപ്പൊ നമ്മൾ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഓഫ് റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് കപ്പിൾ. ഇനി വാട്ട് ഡസ് ദ ലിമിറ്റിംഗ് കറണ്ട് റെപ്രസെന്റ് ഇൻ ഇലക്ട്രോകെമിസ്ട്രി? ലിമിറ്റിംഗ് കറണ്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യപ്പെടും? ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന റെസിഡ്യൂവല് ഹാഫ് സെല്ല് ഇങ്ങനെ അല്ലെ, മാക്സിമം. സോ മാക്സിമം കറണ്ട് അച്ചീവബിൾ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. ഈ സ്പെസിഫിക് കണ്ടീഷൻ എന്തൊക്കെയാണ്? നമ്മുടെ സർഫസ് ഏരിയ ഓഫ് ദ ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, ഇലക്ട്രോകെമിക്കൽ പ്രോസസ്, ഇതൊക്കെ ബേസ് ചെയ്ത് നോക്കും. മാക്സിമം കറണ്ട് അച്ചീവബിൾ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ ഈസ് ദ ആൻസർ. മാക്സിമം കറണ്ട് അച്ചീവബിൾ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. ഇത് ഒരു ടോപ്പിക്, ഒരു സെക്ഷൻ ഓഫ് ടോപ്പിക്കും അതിന്റെ MCQs നമ്മൾ നോക്കി. ഇനി അടുത്ത സെക്ഷൻ ഓഫ് ടോപ്പിക് നമുക്ക് നോക്കാം. തെർമോഡൈനാമിക്സ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. തെർമോഡൈനാമിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഹാഫ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽസ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പൊട്ടൻഷ്യൽ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് അയോൺസ് എന്താണ്, ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്താണ്, ഗാൽവാനിക് സെൽസ്, സാൾട്ട് ബ്രിഡ്ജ്, ആനോഡ് ആൻഡ് കാത്തോഡ് പ്രോപ്പർട്ടീസ്. കുറെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, തെർമോഡൈനാമിക്സ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. എന്താണ് തെർമോഡൈനാമിക്സ്? ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ എന്താണ്, അതിന്റെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും അല്ലെ, കെമിക്കൽ സ്പീഷീസിന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ടിപ്പിക്കലി അക്യൂറിംഗ് ഇൻ ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഇത് ഇലക്ട്രോഡ് ഉണ്ട്, ഇത് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. Understanding the thermodynamics of these reactions is a crucial predicting the feasibility and the direction in which they proceed. എങ്ങനെയാണ് ഇതിന്റെ പോക്ക്, തെർമോഡൈനാമിക്സ്, ടെമ്പറേച്ചർ, അതിന്റെ ചേഞ്ച്, അതാണ് നമ്മൾ പറയുന്നത്. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഓഫ് an electrochemical reactions will be നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇലക്ട്രോകെമിക്കൽ സെൽ. ഫസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇലക്ട്രോകെമിക്കൽ സെൽ. ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇലക്ട്രോകെമിക്കൽ സെല്ലിന് രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്. രണ്ട് ഇലക്ട്രോഡ് ഏതൊക്കെ? ഒന്ന് ഏതാണ്? ആനോഡ് ഉണ്ട്, രണ്ട് കാത്തോഡ് ഉണ്ട്. ഇമേഴ്സ്ഡ് ഇൻ an electrolytic solution. It facilitates the transfer of electrons between the electrodes through an external circuit. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, കൂടുതൽ കാണാം. നമുക്ക് ഫസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ദ പൊട്ടൻഷ്യൽ ഓഫ് an electrode under standard condition. ഒരു m of solution concentration, 1 atm of pressure, 25 degree centigrade. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. 1 molar concentration, 1 atomic pressure, 25 degree centigrade. It indicates the tendency of a half reaction to gain or lose electron. ഒരു ഹാഫ് റിയാക്ഷനിൽ ഗെയിൻ ചെയ്യാം, ലൂസ് ചെയ്യാം. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെ, അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഹാഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും പറയും അതിനെ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF നമുക്കറിയാം.
ഡ്രൈവ് നടക്കുമ്പോൾ അവിടെ മോട്ടീവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ മോട്ടീവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകാറുണ്ട്. ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ cathode and anode in an electrochemical cell. It drives the flow of electrons through the external circuit. It drives the flow of electrons through the external circuit. ഇനി അതിൽ അടുത്തൊരു ഫാക്ടറാണ് ഗിബ്സ് ഫ്രീ എനർജി. നമ്മൾ എനർജി ടെമ്പറേച്ചറിനെ പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗിബ്സ് ലോ അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ ഡെൽറ്റ ജി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ പ്രഷർ ഒക്കെ നമ്മൾ നോക്കുന്നത് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി ബേസ് ചെയ്യുന്ന ഗിബ്സ് ഫ്രീ എനർജിയുടെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഗിബ്സ് ഫ്രീ എനർജി റെപ്രസെന്റ്സ് ദ മാക്സിമം റിവേഴ്സബിൾ വർക്ക് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ബൈ സിസ്റ്റം. ഞാനൊരു വർക്ക് പെർഫോം ചെയ്തു, അതിന്റെ റിവേഴ്സിബിലിറ്റി മാക്സിമം എത്ര എനിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും ബൈ എ സിസ്റ്റം അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കുമ്പോഴാണ് മാക്സിമം എത്ര എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്താണ് ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി സീറോയ്ക്കും താഴെയാണെങ്കിൽ എന്താണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ, എനർജി റിലീസ് ചെയ്യപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഇനിയും ഡെൽറ്റ ജി എന്ന് പറയുന്നത് സീറോയ്ക്ക് മുകളിലാണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, എനർജി റിക്വയർഡ്, എനർജി വേണം എന്നതാണ്. ഇനിയും ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ റിയാക്ഷൻ ഈസ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ചേഞ്ച് ഒന്നുമില്ല, ഇക്വിലിബ്രിയത്തിലാണ് റിയാക്ഷൻസ് ഉള്ളത്. കഴിഞ്ഞു, അവിടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജി മാക്സിമം റിവേഴ്സിബിൾ വർക്ക് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ബൈ എ സിസ്റ്റം അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് ഓർത്ത് വയ്ക്കുക. ഈ കണ്ടീഷൻസും ഓർത്ത് വയ്ക്കുക. ഈ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത Nernst equation Nernst equation നമ്മൾ കേട്ടിട്ടുണ്ട് പലയിടത്തും. Nernst equation relates the potential electrode potential to the concentration of reactants and the products involved in the electrochemical reactions under non-standard condition. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മുടെ റിയാക്ടൻസിന്റെ പ്രൊഡക്ട്സിന്റെയും ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനിലുള്ള ഇൻവോൾവ്മെന്റ് സഹകരണത്തിനാണ് നമ്മൾ Nernst equation എന്ന് പറയുന്നത്. Nernst equation of a cell for a cell with electrodes at different concentration, ഒരു ഇലക്ട്രോഡിന് ഡിഫറെന്റ് കോൺസെൻട്രേഷൻസിലുള്ള ഒരു ഇലക്ട്രോഡ്സിനെ നമ്മൾ E is equal to E0 minus RT by NF LNQ. അതിൽ E എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. E0 എന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, R എന്ന് പറയുന്ന ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, N is the number of moles of electrons, F is the Faraday constant, Q is the reaction coefficient. ഓക്കെ, ഇതാണ് Nernst equation എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ? ഒരു 2 മിനിറ്റ് നിന്ന് സമാധാനമായിട്ട് ഈ ഒരു സ്ലൈഡ് നോക്കുക. കാരണം മറ്റൊന്നിൽ നിന്നും ഡിഫറൻസ് വരുമ്പോൾ കുറച്ച് വാല്യൂസും കണ്ടീഷൻസും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അതറിയാൻ പറ്റണം. അതുകൊണ്ട് 2-3 പ്രാവശ്യം നോക്കുന്നതിനെ കൊണ്ട് ഇതിലൊരു തെറ്റും വരുന്നില്ല. വളരെ ശ്രദ്ധിച്ച് വേണം അത് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ. ഓക്കെ, ഇനി റിലേഷൻസ് വിത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Equilibrium constant K represent the ratio of products to the reaction at equilibrium. ഇക്വിലിബ്രിയത്തിൽ, അതായത് നമ്മുടെ ഗിബ്സ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 0 ഇരിക്കുമ്പോൾ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്നാണ് പറയപ്പെടുന്നത്. റിലേഷൻഷിപ്പ് ഫോർ ആൻ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഡെൽറ്റ ജി ഇതാ കിടക്കുന്നത് കണ്ടോ. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, ഈ കെൽവിൻ LN കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽസ് എന്ന് പറയും, ഇലക്ട്രോലൈറ്റിക് സെൽസ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി, എക്സാമ്പിൾ ബാറ്ററി. എനർജി ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, അവിടെയാണ് നമ്മൾ എന്താണ് ബാറ്ററീസിന്റെ ഫംഗ്ഷൻ. അതുപോലെ ഇലക്ട്രോലൈറ്റിക് സെൽസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഡ്രിവൺ ബൈ എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ എനർജി സോഴ്സ്, ഇലക്ട്രോലൈസിസ്, അതായത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നത്, സ്പോണ്ടേനിയസിൽ വിട്ട് നടക്കും. അത് വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ എന്തിനാണ് അവിടെ തെർമോഡൈനാമിക്സ് ഓഫ് എന്ത് പറയാൻ, സെൽ പൊട്ടൻഷ്യലോ എന്ത് വേണം നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് MCQ നോക്കാം. വാട്ട് ഡസ് എ നെഗറ്റീവ് ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ലെസ് ദാൻ 0 indicate the electrochemical reaction? എന്താണ് ഫസ്റ്റ് കാര്യം? എനർജി നോട്ട് റിലീസ്ഡ് അല്ലെ, സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അടുത്തത് എനർജി റിലീസ്ഡ്, നോൺ സ്പോണ്ടേനിയസ് എനർജി റിക്വയർഡ്. Okay, which equation relates the electrical potential to the concentration of reactants and products in an electrochemical cell under non-standard condition?
നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഒന്നും നോക്കണ്ട, നേരെ കറങ്ങി ഇവിടെ നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ. വേറെ ഇതിലൊന്നും നമുക്ക് നമ്മൾ പഠിച്ച ഒരു സാധനമല്ല. സോ നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഈസിക്വൽ ടു E0 മൈനസ് ആർ ടി എൻ അല്ല ഡിവൈഡഡ് ബൈ എൻ കെ ഇൻറ്റു എൽ എൻ അല്ലേ, അങ്ങനെ എന്തോ പഠിച്ചു, എൽ എൻ കെ സംതിങ്. ഇനി തേർഡ്, വാട്ട് ഡസ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് E0 മെഷർ ഓഫ് ആൻ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ? ഇറ്റ്സ് എൻ ടെൻഡൻസി ടു gain or lose electrons, tendency to gain or lose electrons. അതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഫോർ എ ഇലക്ട്രോകെമിക്കൽ ഹാഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹാഫ് കഴിഞ്ഞാൽ ടെൻഡൻസി ടു ഗെയിൻ ഓർ ടെൻഡൻസി ടു ലൂസ് രണ്ടും ഉണ്ടാവും. അതാണ് ഹാഫ് റിയാക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കുക. ഹാഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇത് ചെറിയ ടോപ്പിക്കാണ്, ഞാൻ അത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. അടുത്ത നമുക്ക് നോക്കാം, സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽസ് ഇൻ ഇലക്ട്രോകെമിസ്ട്രി. സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽസ് ഇൻ ഇലക്ട്രോകെമിസ്ട്രി. അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ 2-3 നമ്മൾ ബാക്കിൽ നോക്കിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ തെർമോഡൈനാമിക്സ് ആൻഡ് ഫീസിബിലിറ്റി ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം, അതിന്റെ definition നോക്കാം. The measure of a tendency of cell reaction to occur a reduction relative to the standard hydrogen electrode, She electrode, under standard condition 1m 180m 25 degree centigrade. നമ്മൾ നേരത്തെ അത് പഠിച്ചു. ഇനി റെഫറൻസ് ഇലക്ട്രോഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി സ്റ്റഡീഡ് ആണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് വിടുന്നത്. ഇനി റെഫറൻസ് ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് ഉണ്ട് റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട്. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രോജനെ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് വെക്കുന്നു. അപ്പോൾ She is used to refer the electrode with a assigned potential of 0 volt. It consists of platinum electrode immersed in a solution of hydrochloric acid with hydrogen gas at 1 atmospheric pressure. ഇനി ഹാഫ് റിയാക്ഷൻസ്, രണ്ട് റിയാക്ഷൻ ഉണ്ട്. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. എന്താണ് റിയാക്ഷൻ? ഗെയിൻ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്നു, ഹാസ് പോസിറ്റീവ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിനാണ് നമ്മൾ റിഡക്ഷൻ ഹാഫ് പൊട്ടൻഷ്യൽ ഹാഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ലൂസ് ഇലക്ട്രോൺസ്, അപ്പോൾ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, ഹാസ് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് വരുന്നത് ഓക്സിഡേഷൻ, റിഡക്ഷനോടെ പോസിറ്റീവ് വരുന്നു. അപ്പോൾ നെഗറ്റീവ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി സിഗ്നിഫിക്കൻസ് നോക്കാം. കമ്പാരിറ്റീവ് മെഷർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. Standard electrode potential value allows to compare the tendencies of different half reaction to gain or lose electron. അതാണ് കമ്പാരിറ്റീവ് മെഷർ. രണ്ടിനെ കമ്പയർ ആണ്, ഗെയിൻ ചെയ്യുന്നതിനെയും ലൂസ് ചെയ്യുന്നതിനെയും കമ്പയർ ചെയ്യുന്നു. ഇനി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, the difference in standard values between two half reactions. 50% റിയാക്ഷൻ നടക്കുന്നു, 50%. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എടുത്താൽ തന്നെ നമുക്ക് EMF വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്, സിങ്ക് 2 + 2 ഇലക്ട്രോൺസ് വരുമ്പോൾ അതിന്റെ ലൂസ് അനുസരിച്ച് സിങ്ക് 2 ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യും, റിഡക്ഷൻ റിയാക്ഷൻ നടന്നു. അപ്പോൾ അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് കണ്ടോ, ഈ മൈനസിലാണ് വാല്യൂ പോകുന്നത്, റിഡക്ഷൻ അല്ല റിഡക്ഷൻ, അപ്പം അല്ല ഓക്സിഡേഷൻ. സോ ദർ ഈസ് എന്താ പറയാൻ മൈനസ് വാല്യൂ വന്നു, റിഡക്ഷൻ പ്ലസ് വാല്യൂ വന്നു. വളരെ ക്ലിയർ ആയിട്ട് അവർ ഗെയിനിങ് ഇലക്ട്രോൺസ്, ലൂസിങ് ഇലക്ട്രോൺസിന്, ലൂസ് ഇലക്ട്രോൺസ് ഓക്സിഡേഷനും ഗെയിനിങ് ഇലക്ട്രോൺസ് റിഡക്ഷനുമാണ് നമ്മൾ ഇവിടെ പറയപ്പെടുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ബേസിക്കലി നമ്മൾ +2 പഠിച്ച കാര്യങ്ങളാണ്. ഇത് നമ്മൾ നോക്കി. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ നോക്കിയതാണ്, വീണ്ടും അത് വരുന്നു. ക്യാരക്ടറിസ്റ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് സാധനം, അത് നമുക്കറിയാമല്ലോ. ഇക്വിലിബ്രിയം ഡെൽറ്റ G = 0 നിൽക്കുമ്പോൾ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ EQ is the electrode potential of an electrochemical cell when no current is flowing through it and the cell is at the equilibrium. ഇതാണ് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയപ്പെടുന്നത്. ഇനി ഹാഫ് സെൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാം, the potential difference between electrode and its corresponding solution under standard condition. Standard condition അറിയാലോ, 1m 180m 25 degree centigrade, 1m 180m and 1 atmospheric and 25 degree centigrade. Significance: half cell potentials are used to calculate the standard electrode potential of electrochemical reactions involving the half cell. ഇനി അടുത്ത നേൺസ് പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ നോക്കി. നേൺസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നേൺസ് പ്ലാങ്ക് ഇക്വേഷൻ എന്ന് പറയും. E0 - RT നമ്മൾ നോക്കിയതാണ്. Describes the equilibrium potential across a membrane that is permeable to a specific ion, taking into account that ion's concentration, gradient and membrane potential.
significance, it is crucial in understanding the resting membrane potential of the cell in physiology. നമ്മളെ മനുഷ്യ ശരീരത്തിൽ അങ്ങനെ നമുക്ക് കണക്കുകൂട്ടാം. Over potential. എന്താണ് over potential? Over potential is the difference between theoretical thermodynamic electrode potential and the actual potential required to drive an electrochemical reaction at a desired rate. ഏതാണ് ആക്ച്വലിന്റെയും തിയറട്ടിക്കൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാല്യൂവും പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന വാല്യൂവിന്റെയും ഒരു എന്താ പറയാ ഒരു ഡിസൈഡ് റേറ്റിനെയാണ് നമ്മൾ ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് MCQ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ നെഗറ്റീവ് ഗിബ്സ് ഫ്രീ എനർജി ഇൻഡിക്കേറ്റ് ഇൻ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ? നമ്മൾ നേരത്തെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നോക്കി, സെയിം ടോപ്പിക് അഡ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്, ഇത് നോക്കണ്ട, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. വിച്ച് ഇക്വേഷൻ റിലേറ്റ്സ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ അണ്ടർ നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? വീണ്ടും നമ്മൾ നോക്കിയതാണ്, സെയിം ടോപ്പിക്സ് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് സെയിം വരുന്നത്, നോക്കേണ്ട നെക്സ്റ്റ് ഇക്വേഷൻ. Okay, in a electrolytic cell, what is the role of an anode? Anode എന്ന് പറയുമ്പോൾ positive electrode where oxidation occur. What is the purpose of salt bridge in a galvanic cell? It's an application level. Salt bridge and it completes the electrical circuit. It's an counter circuit എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Okay, that's it. ഇനി what characteristics potential describes the potential of a half reaction related to the standard hydrogen electrode? എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ റിലേറ്റീവ് ഹാഫ് റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പറയുന്നത് E0, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.